ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അള്ളാഹു സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. എന്റെ സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൽ നമുക്ക് ഇതുപോലുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകാം. നമ്മൾ തീർത്തും ഒറ്റപ്പെടും, നമുക്കെല്ലാം നഷ്ടമാകും. നമ്മൾ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്, കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മൾ വിചാരിച്ച പോലെ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. നമ്മളങ്ങനെ ചിന്തിക്കും, എന്താണ് റബ്ബെ, പ്രാർത്ഥിച്ചിട്ടും പ്രയത്നിച്ചിട്ടും ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന്. ചില ആളുകൾ ചിന്തിക്കും, എന്താ അള്ളാഹു താല നമ്മളെ മറന്നുപോയോന്ന്. യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് വിപരീതമാണ്. അള്ളാഹു സുബ്ഹാനഹു താല ഒരിക്കലും ഒരു സെർവന്റിനെ മറക്കുകയില്ല, ഒരു ദാസനെ മറക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു താല നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനായി, സംരക്ഷിക്കാനായി സൈലന്റ് ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അള്ളാഹു താല നമ്മളുടെ ഓരോ നന്മക്കും വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു താല ഖുർആനിൽ അറിയിക്കുന്നുണ്ട്, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു. സൂറ അൽ ബഖറ 21:53 അള്ളാഹു പറയുന്നു. അള്ളാഹു സുബ്ഹാനഹു താല നമ്മളെ ഇതും ഓർമ്മിപ്പിക്കുന്നു, ആരാണോ അള്ളാഹുവിനെ ഓർക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് അവർക്ക് ഞാൻ മതിയാവുന്നതാണ്. സൂറ അത്തൊലക്ക് 653. ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു താലയുടെ പ്ലാനിങ് നമുക്ക് കാണാൻ പറ്റൂല. പക്ഷേ ഒരു മറക്ക് പിന്നിൽ നിന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു താല നമ്മളുടെ നന്മക്ക് വേണ്ടി, നമ്മളുടെ സുരക്ഷിതത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതിന്റെ ശക്തമായ 7 അടയാളങ്ങളെ കുറിച്ച് നമുക്കിന്ന് നോക്കാം. ദുനിയാവിൽ അടഞ്ഞ വാതിലുകൾ. ചില സമയങ്ങളിൽ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ കഠിനമായി പരിശ്രമിക്കുന്നു. അതൊരു പക്ഷേ ഒരു ജോലിയാകാം, നല്ലൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു വിവാഹമാകാം, നല്ലൊരു വിവാഹം ജീവിതം കിട്ടാൻ വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്ത് ബന്ധം കിട്ടാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ നമ്മളുടെ ശ്രമങ്ങളൊക്കെ പാഴായി പോകുന്നു, ഒന്നും നടക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കും. ഓരോ വാതിലുകളും നമ്മൾക്ക് മുമ്പിൽ ഇങ്ങനെ അടയുമ്പോൾ നമ്മൾ ഭയങ്കര നിരാശയായിട്ട് പറയും, പഠിച്ചവൻ എന്താണിത്, അള്ളാഹു താല നമ്മളെ മറന്നു പോവുകയാണോ, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ സത്യം ഇതാണ്, ഒരു വാതിൽ അടിയുന്നേരം അത് അള്ളാഹു നമ്മളെ നിരസിക്കുന്നല്ല, അള്ളാഹു താല നമ്മളുടെ മേലുള്ള സുരക്ഷയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ എല്ലാവിധ ദുഷ്ടശക്തികളിൽ നിന്നും, കണ്ണേറുകളിൽ നിന്നും, പ്രാക്കുകളിൽ നിന്നും അള്ളാഹു നമ്മളെ സംരക്ഷിക്കുകയാണ്. നമ്മളുടെ വിശ്വാസത്തെയും ഹൃദയത്തെയും അല്ലെങ്കിൽ ഭാവിയെയും ദോഷം വരുത്തുന്ന പല കാര്യങ്ങളിൽ നിന്നും അള്ളാഹു താല നമ്മളെ സംരക്ഷിക്കുകയാണ്. നമുക്ക് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം തന്നെ നോക്കാം. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ മേൽ അള്ളാഹു സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സഹോദരന്മാർ യൂസുഫ് നബിക്കെതിരെ ഗൂഢാലോചന നടത്തി, ഒരു കിണറ്റിലേക്ക് എറിഞ്ഞു, അടിമത്തത്തിന് വിറ്റു. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ മുമ്പിലുള്ള എല്ലാ വാതിലുകളും അടഞ്ഞു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല വീണ്ടും ഹൈറായ വാതിലുകൾ തുറന്ന് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ എത്ര വലിയ പദവിയിലേക്കാണ് എത്തിച്ച്. രണ്ടാമത്തെ അടയാളം, നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ കാലതാമസം വരാം. ഇപ്പൊ നമ്മൾ ഒരു ജോലിക്ക് വേണ്ടി ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ അയച്ചു, അല്ലെങ്കിൽ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് ഡേറ്റ് ഒക്കെ ഫിക്സ് ആക്കി, എല്ലാം മുടങ്ങിപ്പോകുന്നു. അല്ലെങ്കിൽ രോഗം കൊണ്ട് ഇടങ്ങാറാകാണ്, മരുന്നുകൾ കുടിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, മാസങ്ങൾ കഴിഞ്ഞ് രോഗം മാറുന്നില്ല. അപ്പൊ നമ്മൾ നിരാശരാകുന്നു. നിരാശപ്പെടേണ്ട ആവശ്യമില്ല. പടച്ചോന് എല്ലാത്തിനും ഒരു സമയം കണ്ടെത്തിയിട്ടുണ്ട്. ഹൈറായ സന്ദർഭത്തിൽ, ആ സമയത്ത് അള്ളാഹു താല എല്ലാം നമുക്ക് നൽകുന്നതാണ്. നമ്മുടെ രോഗം മാറാൻ സമയം എടുക്കുന്നു, കല്യാണം ശരിയാവാൻ സമയം എടുക്കുന്നു, ജോലി ശരിയാവാൻ സമയം എടുക്കുന്നു. അതെല്ലാം അള്ളാഹു താല നമ്മളെ നിരസിക്കുകയല്ല. എല്ലാത്തിനും അള്ളാഹു ഹൈറായത്, സമയമെടുത്താലും ഹൈറായത് നമുക്ക് നൽകുന്നതാണ് ഇൻഷാ അല്ലാഹ്. മൂന്നാമത്തെ അടയാളം, അള്ളാഹു സുബ്ഹാനഹു തആലയെ നമ്മൾ ഓർക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സമാധാനം കിട്ടുന്നു. ഭയങ്കരമായിട്ടുള്ള അടയാളാണിത്, അല്ലേ? നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടുകിടക്കാണ്, ഭയങ്കരമായിട്ട് വിഷമാണ്, ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനെ ഇങ്ങനെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു അപ്രത്യക്ഷമായിട്ടുള്ള, ഭയങ്കര ഒരു വിചിത്രമായിട്ടുള്ള ഒരു സമാധാനം നമ്മളെ മനസ്സിലേക്ക് കിട്ടുന്നു എന്ന് തന്നെ എന്താണ്, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, സൈലന്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് സമാധാനം കിട്ടുന്നത്. നമ്മൾ നിസ്കരിക്കുന്നതിലൂടെയും ഖുർആൻ ഓതുന്നതിലൂടെയും ഹദീസുകൾ വായിക്കുന്നതിലൂടെയും തസ്ബീഹ് ചൊല്ലുന്നതിലൂടെയും നമുക്ക് അതേ സന്ദർഭത്തിൽ ആ സമയത്ത് നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടുന്നില്ലേ? എന്തുകൊണ്ടാണ്? അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ അടുത്ത് തന്നെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ സമയത്ത് സന്തോഷം കിട്ടുന്നത്. നാലാമത്തെ അടയാളം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ടോക്സിക് ആയിട്ടുള്ള ചില ആളുകൾ പെട്ടെന്ന് അപ്രത്യക്ഷമാവാം. ടോക്സിക് എന്ന് പറയുമ്പോൾ വിഷത്തിന്റെ സ്വഭാവമുള്ള ആളുകൾ. ചില സമയത്ത് നമ്മുടെ അടുത്ത് നിന്ന് ചില സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ സഹപ്രവർത്തകർ, അല്ലെങ്കിൽ നമ്മളുടെ ദോഷം ആഗ്രഹിക്കുന്ന, ഉള്ളിലൂടെ നമ്മുടെ ദോഷം ആഗ്രഹിക്കുന്ന ചില കുടുംബക്കാർ നമ്മളിൽ നിന്നും പെട്ടെന്ന് അകന്നു പോകുന്നതായിട്ട് വരാം. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് അകന്നു പോകുമ്പോൾ ഭയങ്കര ടെൻഷനും ഒറ്റപ്പെടലും ഒക്കെ ഫീൽ ചെയ്യും. തുടക്കത്തിൽ നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയലൈസ് ആവും, നിങ്ങൾക്ക് മനസ്സിലാവും അവർ നമ്മുടെ ലൈഫിൽ നിന്ന് പോയത് നമ്മുടെ ഈമാനിനെയും, നമ്മുടെ ഐഡന്റിറ്റിയെയും, നമ്മുടെ വിശ്വാസത്തിനെയും
സ്ട്രോങ് ആക്കി. അവർ പോയത് കാരണം നമുക്ക് മെച്ചമാണ് ഉണ്ടായതെന്ന് നമുക്ക് തോന്നും. അത് യാദൃശികമായിട്ട് സംഭവിച്ചല്ല കേട്ടോ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നമ്മുടെ മേലുള്ള അനുഗ്രഹമാണ്, കയ്യൊപ്പാണ്. അപ്പോ നമുക്കും നമ്മുടെ വളർച്ചയ്ക്കും ഇടയിൽ ദോഷകരമായി തോന്നുന്ന എന്തിനേയും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് നീക്കം ചെയ്ത് കളയും. അള്ളാഹു സുബ്ഹാനഹു തആല മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഫിർഔനിൽ നിന്ന് സംരക്ഷിച്ചതുപോലെ നമ്മൾക്ക് വരുന്ന എല്ലാ ആപത്തിൽ നിന്നും അള്ളാഹു തആല നമ്മളെ രഹസ്യമായിട്ട് സംരക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. 5ാമത്തെ അടയാളം നോക്കാം. പല വാതിലുകളും ഹൈറായത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഷറായിട്ടുള്ള വാതിലുകളൊക്കെ അള്ളാഹു തആല സുബ്ഹാനഹു തആല എന്താക്കും, നമ്മളെ മുമ്പിൽ അടക്കും. നമ്മൾ പല വിധത്തിലും ശ്രമിക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല, നിരാശരാവുന്നു. എൻ്റെ റബ്ബേ, ആ ജോലി കിട്ടി, അതും പോയി. ആ കല്യാണം ഉറപ്പിക്കാന്ന് നിന്ന്, പക്ഷെ ആ കല്യാണം മുടങ്ങിപ്പോയി. അങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരും. പക്ഷെ അള്ളാഹു തആല നമുക്ക് ഹൈറായതേ ലഭിക്കുള്ളൂ. ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, നമുക്കിപ്പോൾ ഒരു വസ്തുവിന് ഇഷ്ടമാണ്. അപ്പോൾ ഏകദേശം നമുക്കിപ്പോൾ വിവാഹം ചെയ്യുന്ന ഒരു പെൺകുട്ടീനെ ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ആ പെൺകുട്ടീനെ വിവാഹം കഴിഞ്ഞൊരു പക്ഷെ നമുക്കത് ഹൈറായിരിക്കൂല. ഇഷ്ടമുള്ള ജോലിയാണ്, പക്ഷെ അത് നമുക്ക് ചിലപ്പോൾ ഹൈറായിരിക്കൂല. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജോലിയായിരിക്കും നമുക്ക് കിട്ടുക, പക്ഷെ അതിൽ നമുക്ക് ഹൈർ ഉണ്ടാവും. ഇഷ്ടമില്ലാത്തൊരു കല്യാണമായിരിക്കും നമുക്ക് കഴിച്ചു കിട്ടിയ, പക്ഷെ അതിൽ ഹൈർ ഉണ്ടാവും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഹൈറായത് തരും. കുറച്ച് ടൈം എടുക്കും ഹൈറായത് ലഭിക്കാൻ വേണ്ടിയിട്ട്. ഷർറായ വാതിലുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല അടച്ചു കളയും. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല എന്താണോ വിധിച്ചത്, കല്യാണം വിധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ലൈഫ് പാർട്ട്ണർ വിധിച്ചിട്ടുണ്ടെങ്കിൽ, സമ്പത്ത് വിധിച്ചിട്ടുണ്ടെങ്കിൽ, വീട് വിധിച്ചിട്ടുണ്ടെങ്കിൽ, മക്കൾ വിധിച്ചിട്ടുണ്ടെങ്കിൽ, പണം ധാരാളം വിധിച്ചിട്ടുണ്ടെങ്കിൽ, അതെല്ലാം നമുക്ക് ലഭിച്ച് അനുഭവിച്ചിട്ട് മാത്രമേ നമ്മൾ ഈ ദുനിയാവിന്ന് പോവുള്ളൂ. അള്ളാഹു നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്ര കാലത്തോളം ഇതെല്ലാം വിധിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കതെല്ലാം ലഭിച്ചിട്ട് ഹൈറായ സമയത്ത് ഹൈറായത് ലഭിച്ചിട്ട് മാത്രമേ നമ്മൾ ഈ ദുനിയാവിന്ന് പോവുള്ളൂ ഇൻഷാ അല്ലാഹ്. 6ാമത്തെ അടയാളം, നമ്മളുടെ ക്ഷമയെയും ആന്തരിക ശക്തിയെയും ശക്തപ്പെടുത്തുക. ഭയങ്കരമായിട്ട് ക്ഷമയും നമുക്ക് ആന്തരികം ഉള്ളിൽ ഭയങ്കര ഒരു സ്ട്രോങ് ക്ഷമ ലഭിക്കുക. കാരണം എന്താ, നമ്മൾ കുറച്ചു കാലം മുന്നേ എന്തെങ്കിലും ഒരു സന്ദർഭം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം, എന്തെങ്കിലും വിഷമുള്ള കാര്യം കേൾക്കുന്ന സമയത്ത് ഭയങ്കര പാനിക്കായിട്ട് കരച്ചിലും പിരിച്ചിലും ആത്മഹത്യക്കൊക്കെ ഒരുങ്ങുന്നവരുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളിലേക്ക് ഇടപെട്ട് നമ്മുടെ മനസ്സിന് ക്ഷമ നൽകുന്നു, നമ്മുടെ മനസ്സിനെ സ്ട്രോങ് ആക്കുന്നു. അത് അള്ളാഹു തആലയുടെ ഭയങ്കരമായിട്ടുള്ളൊരു അനുഗ്രഹമാണ് കേട്ടോ മക്കളെ. എന്ത് പ്രോബ്ലം വന്നാലും നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റാണ്, ഒരു സമ്മാനാണ് അള്ളാഹു നമുക്ക് തന്ന. അള്ളാഹു തആല സൈലന്റ് ആയിട്ട് വാച്ച് ചെയ്തുകൊടുക്കാണ്. ആരാണ് ക്ഷമിക്കുന്നത്, ആരാണ് പ്രാർത്ഥിക്കുന്നത്, അവർ അള്ളാഹു ഇങ്ങനെ സ്ട്രോങ് ആക്കിക്കൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെന്താക്കാണ്, സ്ട്രോങ്ങും ശക്തനും ആക്കാണ്. അൽഹംദുലില്ലാ എന്ന് പറയും. ഏറ്റവും അവസാനത്തെ 7ാമത്തെ അടയാളം, നമ്മുടെ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ സംഭവിച്ചാലും അതിൽ നല്ല അനുഗ്രഹം ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ചെറിയ വീടാണ്, ചെറിയ വീടായിക്കോട്ടെ, നല്ല സന്തോഷമായിരിക്കും, ഭയങ്കര അനുഗ്രഹമായിരിക്കും. പക്ഷെ വലിയ സംഭവങ്ങളിലൊന്നും നമുക്ക് ഈ അനുഗ്രഹം, ആ സന്തോഷം കണ്ടെത്താൻ പറ്റൂല. ഇപ്പൊ യാദൃശികമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു അപരിചിതം വരികയാണ്, നമുക്ക് കുറച്ച് പൈസ വരികയാണ്, നമുക്ക് ധാരാളം പൈസ ഉണ്ടാവുകയാണ്. ഇപ്പൊ പെട്ടെന്ന് നമുക്കൊരു ഐഡിയ തോന്നാണ്, നമ്മളൊരു ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മളൊരു ജോലിയിൽ, നമ്മുടെ പല കാര്യത്തിലും നമുക്കൊരു പെട്ടെന്നൊരു ഐഡിയ വരികയാണ്. ഐഡിയയിൽ നമ്മുടെ ബിസിനസ്സൊക്കെ സക്സസ് ആവുകയാണ്. അല്ലെങ്കിൽ നമുക്ക് അസുഖം പെട്ടെന്ന് ഷിഫാണ്. ചിലപ്പോൾ മാറാരോഗം വന്നവരുണ്ടാവും. പഠിച്ചോനെ എല്ലാവരെയും എല്ലാവിധ മാറാരോഗത്തോട്ടും കാത്തു രക്ഷിക്കട്ടെ. ഒരു അസുഖം വന്ന് പെട്ടെന്ന് തന്നെ മാറി അല്ലേ? ഇതൊക്കെ അള്ളാഹു തആലയുടെ പ്ലാനിങ് ആണ്, അനുഗ്രഹങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും അള്ളാഹു തആല ഇൻവോൾവ് ആണ്, അള്ളാഹു തആല കൂടെയുണ്ട്. അള്ളാഹു തആല വിചാരിക്കാതെ ഒന്നും നടക്കുന്നില്ല. അപ്പൊ അള്ളാഹു തആല നമ്മളൊപ്പം തന്നെ ഉണ്ട്. ക്ഷമിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ക്ഷമിക്കുന്നവരോടൊപ്പം, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരോടൊപ്പം അള്ളാഹു തആല ഉണ്ട്. നിരാശപ്പെടേണ്ട. അപ്പോൾ നമ്മുടെ ലൈഫിൽ നിന്ന് ടോക്സിക് ആയിട്ടുള്ള ആളുകൾ ഒഴിവാക്കുന്നു. പക്ഷെ എന്നാലും നമുക്ക് നെഗറ്റീവായിട്ട് പലരും വരും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അള്ളാഹു സുബ്ഹാനഹു തആല അവരൊക്കെ തുടച്ചു നീക്കും. നമുക്ക് ദോഷം വരുത്തുന്നവരെ അള്ളാഹു തആല ഇല്ലായ്മ തന്നെ ചെയ്യും. അപ്പൊ ഇൻഷാ അല്ലാഹ് പ്രാർത്ഥന മുടക്കാതിരിക്കുക, അള്ളാഹു തആലയായിട്ട് കൂടുതൽ അടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വിഷയമായിട്ട് വരുന്നവരെല്ലാവരോടും അസ്സലാമു അലൈക്കും. പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്താൻ മറക്കരുത്.